നിങ്ങളുടെ സ്മൈല് അൺനാച്ചുറൽ ആയിട്ടും അൺഅട്രാക്റ്റീവ് ആയിട്ടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഇതായിരിക്കും. ആർക്കോ സ്മൈൽ, അതായത് നിങ്ങളുടെ സ്മൈലിന്റെ ആ ഒരു കർവ്, അത് യൂഷ്വലി നമ്മുടെ ലോവർ ലിപ്പിനെ ഫോളോ ചെയ്തിട്ടായിരിക്കണം. നിങ്ങൾ ചിരിക്കുമ്പോൾ നമ്മുടെ ആ ഒരു കർവ് ഉണ്ടല്ലോ, നിങ്ങളുടെ താഴത്തെ ചുണ്ടിന്റെ കർവിന്റെ പോലെ ആയിരിക്കണം. അതായത് ഇവിടെ താന്ന് പിന്നെ സൈഡിലേക്ക് അത് പൊങ്ങി വരുന്നു. അങ്ങനെ ഒരു കർവ് പോലെ ആയിരിക്കണം നിങ്ങളുടെ സ്മൈൽ. അപ്പൊ അതിന് എന്തൊക്കെയാണ് നിങ്ങളുടെ സ്മൈലിനെ അത് സഹായിക്കുന്നത്? അതായത് നിങ്ങളുടെ ഫ്രണ്ടിലത്തെ 2 പല്ലുകൾ നീളം കൂടുതലായിരിക്കണം, നിങ്ങളുടെ നടുക്കുള്ള പല്ലുകൾ അതിന് കുറച്ച് നീളം കുറവായിരിക്കണം, പിന്നെ മൂന്നാമത്തെ പല്ലുകൾക്ക് നീളം കൂടുതലായിരിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് നല്ലൊരു കർവായിട്ട് വരുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ അങ്ങനെ ഒരു കർവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ പല്ലുകളുടെ ഷേപ്പ് നിങ്ങൾക്ക് വെനീഴ്സ് വഴി കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്മൈല് നിങ്ങൾക്ക് സ്മൈൽ ഡിസൈൻ വഴി കറക്റ്റ് ചെയ്യാൻ പറ്റും. വെനീഴ്സ് മാത്രമല്ല, നിങ്ങൾക്ക് ക്രൗൺസ് വഴിയും അതല്ലെങ്കിൽ അലൈനേഴ്സ് വഴിയും അല്ലെങ്കിൽ ഓർത്തോണോമിക് ട്രീറ്റ്മെന്റ് വഴി, അതായത് ബ്രേസസ് വഴി നിങ്ങൾക്ക് ഈ സ്മൈല് നിങ്ങളുടെ കർവ് കറക്റ്റാക്കി എടുക്കാൻ പറ്റും. ഇനി അത് എങ്ങനെയൊക്കെ നിങ്ങളുടെ സ്മൈൽ കർവ് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്മൈലിൽ താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം, അതിന്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ള അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം.